ഹലോ, ലിറ്റിൽ സോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പൂർണിമ ശ്രീനാഥ്. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാനിരിക്കുന്നത്. മുന്നേ എടുത്തു വെച്ചിരുന്ന വീഡിയോസാണ് ഒന്ന് രണ്ടെണ്ണം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഇരുന്നിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി ഞാൻ വീഡിയോസ് ലാഗ് ആവുന്നതുകൊണ്ട് ഇടാനായിട്ട്. ആഴ്ചയിൽ 3 വീഡിയോസൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും 1-2 വീഡിയോ ഒക്കെ, അതും 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ട് കുറേയേറെ മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. ചാനൽ എന്താ നിർത്തുവാണോ, എന്താ ഗ്രോത്ത് ആകുന്നില്ലേ ചാനൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും യൂട്യൂബിലുള്ള പുതിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ആയിട്ടുള്ളൊരു മറുപടി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെന്താണ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആണിത്. അതായത് ബ്രൈഡൽസിന് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡിയിൽ വരുന്ന ഒരു ഫേഷ്യൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് 1 മാസം തൊട്ട് മുന്നേയുള്ള 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സ്ഥിരമായി കാണുന്ന ഒന്നാണ് പപ്പായ. അപ്പോൾ പപ്പായ ആയിട്ടുള്ളൊരു ഫേഷ്യൽ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പപ്പായയുടെ ഒരു സീസൺ ടൈം കൂടിയാണ്. ഇപ്പം എവിടെ നോക്കിയാലും പപ്പായ കാണാം. അപ്പോൾ മാക്സിമം നിങ്ങൾ വീടുകളിൽ നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന പപ്പായ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കടയിലൊന്നും മേടിക്കാൻ നിൽക്കേണ്ട. പറമ്പിൽ, നിങ്ങളുടെ സ്വന്തം പറമ്പിലില്ലെങ്കിൽ അയൽപക്കത്തെ പറമ്പിലൊന്ന് ജസ്റ്റ് തപ്പി നോക്കുക. റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലൊന്ന് ചോദിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പപ്പായ കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. തീരെ പപ്പായ കിട്ടാൻ വഴിയില്ല എങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. അതും നമ്മുടെ നമ്മുടെ ഈ വലിയ വലിയ ഷോപ്പുകളിൽ ഇരിക്കുന്നത് മേടിക്കുന്നതിനെക്കാട്ടി നമ്മൾ മാർക്കറ്റുകളില്ലേ, നമ്മുടെ സാധാരണ അടുത്തുള്ള മാർക്കറ്റ്, അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു വീടുകളിൽ കിട്ടുന്ന പപ്പായ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് തപ്പി നോക്കുക. ഇതൊന്നും ഓപ്ഷൻ ഇല്ല എങ്കിൽ നമുക്കതൊന്ന്, വീട്ടിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് നോക്കാം. പപ്പായ ഫേഷ്യൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ പാർലറിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓരോ സ്റ്റെപ്പായിട്ട്, അതായത് ക്ലെൻസിങ് മുതൽ ലാസ്റ്റ് മാസ്ക് അടക്കമുള്ള എല്ലാ സ്റ്റെപ്പും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിന് കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ, ഇനിയും ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായം എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് നീട്ടാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫേഷ്യലിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടുന്നത് നമ്മുടെ പപ്പായയാണ്. പപ്പായ, നല്ല പഴുത്ത പപ്പായ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എനിക്കിത് കിട്ടിയപ്പോൾ കുറച്ച് പച്ചയായിട്ടായിരുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് ദിവസം വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പഴുക്കാനായിട്ട്. അങ്ങനെ നല്ലപോലെ പഴുത്തിട്ടുണ്ട്. ഒന്ന് പഴുത്തൊലഞ്ഞ രീതിയിൽ കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ അതിനെ ഞാനൊന്ന് കുരുവൊക്കെ കളഞ്ഞ് ഫ്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതൊന്ന് നമുക്ക് പൾപ്പ് എടുക്കുക. ഞാനൊരു 2-3 സ്പൂണേ എടുക്കുന്നുള്ളൂ കേട്ടോ. എത്രയാണോ ആവശ്യം അത്ര എടുത്താൽ മതി. ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്, അല്ലാതെ കുറച്ച് നാളുകൂടി ഇരിക്കും. അപ്പം നമുക്കത് ഇപ്പം ഈ ഒരു ഫേഷ്യൽ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇത് ആഴ്ചയിൽ 1 ദിവസം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് അതേപോലെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഉടച്ചെടുക്കാൻ നോക്കിയിട്ടത് കറക്റ്റായിട്ടത് നല്ല പൽപ്പായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ആവശ്യമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇനി നമുക്ക് ഓരോ പ്രോസസ്സിനായിട്ട് ഇതിൽ നിന്ന് എടുക്കാം. ഫസ്റ്റ് പ്രോസസ്സ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് ആവശ്യമായിട്ട് ഞാൻ പപ്പായയുടെ ആ പൾപ്പ് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആഡ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ യൂസ് ചെയ്യാം, കൂടാതെ നമുക്ക് റോ മിൽക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ റോസ് വാട്ടറാണ്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്.
റോസ് വാട്ടറിന് പകരം നമുക്ക് അലോവേര ജെല്ല് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ എൻ്റെ ആദ്യത്തെ ഫേസ് നിങ്ങൾക്ക് കാണണ്ടേ, ഇതാണ് ഡള്ളായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ കഴുത്ത് രണ്ട് ഭാഗത്തും കറുപ്പ് കൂടിയിട്ടുണ്ട്. പിന്നെ എന്താണ് അത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് കറുപ്പെന്ന് പറയുന്നത് എനിക്ക് മുമ്പേ ഉള്ളതാണ്, അത് പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിനായിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഫേസിലൊക്കെ ഒന്ന് ആദ്യം അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നന്നായിട്ടൊരു മസാജ് 2 to 3 minutes വരെ നമുക്ക് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കത് വാഷ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് വെറ്റായിട്ടുള്ള ഏതെങ്കിലും ടിഷ്യൂ കൊണ്ടിട്ട് നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഈ പപ്പായ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്, പപ്പായ അങ്ങ് കഴിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. പപ്പായ ഇതിനോടൊപ്പം കഴിക്കുന്നതും നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പപ്പായ കഴിക്കാറില്ല, എനിക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പം ഞാൻ പപ്പായ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പപ്പായയിൽ ഒരുപാട് വൈറ്റമിൻ സിയും എ, ബി, മഗ്നീഷ്യം, ഫൈബർ തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പ്രോസസ്സിലോട്ട് കിടക്കാം. അതിന് നമുക്ക് വേണ്ടത് സ്ക്രബാണ് തയ്യാറാക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ചരി ഞാൻ ഒരു ദിവസം മൊത്തലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. തീരെ അങ്ങ് ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല. നമ്മുടെ പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതങ്ങ് ഫൈൻ പൗഡർ ആക്കുക. എന്നിട്ട് പിമ്പിൾസ് ഇല്ലാത്ത ഭാഗം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, പിമ്പിൾസ് വന്നു പോയിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്ക്രബിനോടൊപ്പം അല്ലെങ്കിൽ ക്ലെൻസിങ്ങിനോടൊപ്പം നമുക്ക് നാരങ്ങ നീര് കൂടി ആഡ് ചെയ്യാം കേട്ടോ. അവർക്ക് ഈ മുഖത്തിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിമ്പിൾസൊക്കെ നിപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ആവും. നാരങ്ങ നീരൂടെ, അതിൽ ഒരു നാരങ്ങ മൊത്തത്തിൽ ഉപയോഗിക്കരുത്, ഒരു ഹാഫ് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രബിനെടുത്തിരിക്കുന്ന അരിപ്പൊടിയല്ലേ, അരിപ്പൊടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് അതൊരു കിടിലം എക്സ്ഫോളിയേറ്ററാണ്. കൂടാതെ തന്നെ അരിപ്പൊടിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെറൂലിക് എന്ന് പറയുന്ന ഒരു ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ആൻറ്റി ഏജൻറ്റ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ സൺ ടാൻ പോലുള്ള നമ്മുടെ ഫേസിൽ വരുന്ന ഇഷ്യൂ അതിന് അത് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത്. ഈ സൺ റേസില്ലേ, അപ്പം അതുകൊണ്ടിട്ട് ചിലർക്ക് ഈ കറുത്ത പാടുകൾ വരാറുണ്ട്, കുരുക്കൾ വരാറുണ്ട്. അതിനൊക്കെ നമ്മുടെ അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചെയ്യുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിമ്പിൾസ് ഇല്ലാത്ത ഭാഗങ്ങളിൽ മാത്രം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലിപ്പിൽ നന്നായിട്ടിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ്പിൽ നമുക്ക് ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ ഡ്രൈനെസ്സോ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ആവും. പിന്നെ നമ്മുടെ കഴുത്തിലും ഫ്രണ്ടിലും ബാക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലെയും ഫേസിലെയും കളറിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാനിപ്പോൾ കാണുന്നില്ലേ, നന്നായിട്ട് ചുണ്ടിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മുകളിലോട്ട് ഉള്ള ഡയറക്ഷനിലായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാനുള്ളത്. അതാകുമ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് റിമൂവ് ആവും. അപ്പോൾ അത് കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നോർമലി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബിൻ്റെ ആ ഒരു മസാജിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ അരിപ്പൊടി യൂസ് ചെയ്തതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്യേണ്ട. കുറച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സ് ആയപ്പോൾ തന്നെ എൻ്റെ ഫേസിന് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫേസിലെ ഡൾനെസ്സൊക്കെ മാറിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു കറുത്ത ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പപ്പായ എടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മസാജിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേഷ്യലിലായാലും നമ്മുടെ തലയ്ക്ക് വേണ്ടി ചെയ്യുന്ന സ്പായിലായാലും നമ്മുടെ മസാജിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആ മസാജ് നമുക്ക് എങ്ങനെ കിട്ടുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫേഷ്യലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന മസാജിനനുസരിച്ചാണ് നമ്മുടെ ആ റിസൾട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു മസാജ് വേണം കൊടുക്കേണ്ടത്.
ഒരു 10 to 15 minutes ഒക്കെ നമ്മൾ മസാജ് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത്രയും നേരം ഇരുന്ന് മസാജ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമുക്ക് ആ ഒരു മസാജ് കൊടുക്കുക നന്നായിട്ട്. നമ്മുടെ പാർലറിലൊക്കെ പോകുമ്പോൾ ഒരാൾ ചെയ്തു തരുമ്പോൾ നമുക്കതൊരു 10 15 20 മിനിറ്റ് ആയാലും നമുക്ക് വിഷയമില്ല. നമ്മൾ നല്ല ഒരു സുഖമാണ് ആ മസാജ് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തോളം നേരം നമ്മളതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മസാജ് ചെയ്യുന്നതിനൊക്കെ ഓരോ രീതികളുണ്ട്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അതൊന്നും ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഞാനും ഇതുപോലെ ഈ കണ്ടൊക്കെയാണ് പഠിച്ചത്. എന്താ മസാജിങ്ങിൻ്റെ രീതിയൊക്കെ വീഡിയോസിലും ഞാൻ പാർലറിൽ പോകുമ്പോഴും അവർ ചെയ്യുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും അതൊക്കെ ഒന്ന് യൂട്യൂബിൽ ഈ മസാജിങ് പ്രോസസ്സൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒരുപാടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ ഒരു ഷേപ്പ് വരാനായിട്ടാണ്, അവിടുത്തെ സ്കിന്നിനും ബോണിനൊക്കെ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ആ പൾപ്പ് നമ്മുടെ ഇതെന്താ മസാജ് ചെയ്യുന്നതോടൊപ്പം അതൊന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ നമ്മൾ ആ ഡ്രൈയിൽ തന്നെ വീണ്ടും മസാജ് ചെയ്യരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വീണ്ടും ആ പൾപ്പൊന്ന് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ആ മസാജിങ് പ്രോസസ്സ് ചെയ്യുക. അല്ലാതെ ആ ഡ്രൈയിൽ തന്നെ വീണ്ടും നമ്മൾ മസാജ് ചെയ്യരുത് കേട്ടോ. ഞാനിവിടെ ഒരു 6 to 10 മിനിറ്റ്സോളം ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത്തോളം ഞാൻ മസാജ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ, മസാജ് ചെയ്യാനാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതോടൊപ്പം ഫേസ് നന്നായിട്ട് നറിഷ് ആവുകയും നല്ല പ്ലമ്മി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസിൽ നല്ല വ്യത്യാസമാണ് ഉള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ പ്രോസസ്സിലേക്ക് കിടക്കും. 4ാമത്തെ പ്രോസസ്സ് സ്റ്റീം കൊടുക്കുക എന്നുള്ളതാണ്. അതൊന്ന് ആ ഒരു സ്റ്റെപ്പ് വിട്ടു പോവാതെ ചെയ്യുക. ഞാൻ ഒരു ടവലിൽ തന്നെയാണ് സ്റ്റീം കൊടുക്കുന്നത്. വെള്ളം ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളം ടവലിലൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഫേസിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫേസ് താങ്ങുന്ന ചൂട് വേണം കൊടുക്കാനായിട്ട്, ശ്രദ്ധിക്കുക, പൊള്ളിപ്പോകരുത്. സ്റ്റീമിൻ്റെ അതിൻ്റെ മെഷീൻ ഉണ്ടെങ്കിൽ അതുള്ളവർ അത് യൂസ് ചെയ്യുക, അതില്ലാത്തവരെ ഇങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വ്യത്യാസമാണ് സ്റ്റീമിങ് കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിന് കിട്ടിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. അതുപോലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മൊത്തത്തിൽ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇനി നമ്മുടെ 5th and ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ പപ്പായയുടെ പൾപ്പും എടുത്തിട്ടുണ്ട്, കടലമാവുമാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുൾട്ടാനി മിൽട്ടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മുൾട്ടാനി മിൽട്ടി ഓപ്ഷണലാണ്. നിങ്ങൾ എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ മുൾട്ടാനി മിൽട്ടി യൂസ് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഹണിയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. തിൻ ലെയറായിട്ട് ഇടരുത്, കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അത് എന്നിട്ടൊരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് അത് ഫേസിൽ വിട്ടേക്കുക തന്നെ വെറുതെ. നമ്മൾ അത് കഴിഞ്ഞ് 20 മിനിറ്റിന് ശേഷം മാത്രം കഴുകിക്കളയുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വിവാഹമൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 1 മാസം മുന്നേ ആയിട്ട് നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയോ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഫേഷ്യൽ. നമുക്ക് ഒരു സൈഡ് എഫക്റ്റോ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. നിങ്ങളത് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. ആദ്യമേ കൂട്ടി നിങ്ങൾ ഈ മറ്റേ കെമിക്കൽ പ്രോഡക്റ്റ്സ് ഒന്നും മേടിച്ച് യൂസ് ചെയ്യാണ്ട് ഇങ്ങനത്തേക്കൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ലാസ്റ്റ് നിങ്ങളുടെ ബ്യൂട്ടീഷ്യൻ്റെ ഇതായിട്ട് നിങ്ങൾ ചെയ്യുന്നുവല്ലോ, ഈ ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതും കൂടിയൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ പെർഫെക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് 1 മാസം മുന്നേയെങ്കിലും, അറ്റ്ലീസ്റ്റ് 1 മാസം മുന്നേയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത്
നോക്കുക. പിന്നെ സ്ക്രബ്ബ് ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ഈ പാക്ക് മസാജ് മസ്റ്റായിട്ട് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ കറക്റ്റ് 20 മിനിറ്റ്സ് ഇത് വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഡയറക്റ്റായിട്ട് കഴുകി കളയുന്നില്ല. ബാക്കി വന്ന പൾപ്പ് കൂടി എടുത്ത്, അതായത് നമ്മൾ മസാജിങ്ങിനെടുത്ത ബാക്കി പൾപ്പ് കൂടി അതിലുണ്ടായിരുന്നു. ആ പൾപ്പ് ഞാൻ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു 2-3 സെക്കൻഡ് ഞാൻ നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മസാജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വാഷ് ഔട്ട് ചെയ്തത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ പാക്ക് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഉരച്ച് അല്ലാതെ അങ്ങ് കഴുകി കളയരുത്. ഈ പൾപ്പ് കൊണ്ട് തന്നെ, ബാക്കി വന്ന പൾപ്പ് കൊണ്ട് നല്ലൊരു മസാജ് കൂടി കൊടുത്ത് വേണം നമ്മുടെ പാക്ക് റിമൂവ് ചെയ്യാനായിട്ട്. റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഫേസിൽ എൻ്റെ നെക്കിലേക്ക് കളർ ചേഞ്ച് വന്നത്. ഈ കളർ ചേഞ്ച് ഇത്ര മേലെ ഡാർക്ക് ആവാനായിട്ട് കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് ഉണ്ടായതാണ്. അത് പതുക്കെ പോകത്തുള്ളൂ, ഒരു 2-3 വർഷമെങ്കിലും എടുത്തേ അത് റിമൂവ് ആവത്തുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ പറയരുത് ചേച്ചിക്ക് എന്താ പോവാത്തേ എന്ന് ആരും ചോദിക്കരുത്. അതുകൊണ്ട് ഞാനിത് വീണ്ടും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എനിക്കെന്തായാലും ഇതൊരു നല്ല റിസൾട്ടാണ് തന്നിരിക്കുന്നത്. കാരണം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ഡാർക്ക്നെസ് ആയിരുന്നു എൻ്റെ കഴുത്തിലൊക്കെ. അപ്പോൾ ഞാൻ ഇതേപോലെ പൊടിക്കൈകളൊക്കെ ചെയ്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഡാർക്ക്നെസ് കുറച്ച് കൊണ്ടുവന്നത്. വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ നാച്ചുറൽ റെമഡീസ് തന്നെ യൂസ് ചെയ്ത് നോക്കുക, അല്ലാതെ ഇത് റിമൂവ് ആവത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാച്ചുറൽ റെമഡീസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ചുണ്ടിലുള്ള ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 1-2 തവണ ചെയ്തെന്നും പറഞ്ഞ് റിസൾട്ട് കിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്, ബ്രൈഡൽസിലൊക്കെ 1 മാസം മുന്നേ തന്നെ ഇത് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ VLCCയുടെ നമ്മുടെ ഫേഷ്യൽ കിറ്റിലുണ്ടായിരുന്ന ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇത് VLCCയുടെ ആണ്, നമ്മുടെ പേൾ ഫേഷ്യൽ കിറ്റിലുണ്ടായിരുന്ന മോയ്സ്ചറൈസറാണ് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ചെയ്യാതെ ഫേസിനെ വെറുതെ വിടരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നെഗറ്റീവ് വീഡിയോ കണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ ഫേസിലുണ്ടായ മാറ്റം തന്നെ അമേസിങ് ആയിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ എന്താ പറയുക, ബ്രൈഡൽസ് ആഴ്ചയിൽ 1 തവണയെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത കിടിലം ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.